കഴിഞ്ഞ 17 ദിവസമായിട്ട് ഞാൻ ഒരൊറ്റ ടോപ്പിക്കിൻ്റെ പുറകിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടോപ്പിക്കാണ് GTA 6. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് മടുത്ത് പണ്ടാരടങ്ങിയിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ GTA 6 അങ്ങനെയാണ്, GTA 6ൽ ഈ ഫീച്ചർ ഉണ്ട് എന്നുള്ളത് പറയാനല്ല. ദ റിയൽ ട്രൂത്ത് ബിഹൈൻഡ് ദ ഡിലേ ആൻഡ് എക്സാക്ട്ലി എന്നാണ് GTA 6 റിലീസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ റിസർച്ച് ചെയ്ത ഈ ഇൻഫോർമേഷൻസും ഈ ഐഡിയ എല്ലാം വെച്ചിട്ട് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നു. സിമ്പിൾ. ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്ത സമയത്ത് ഞാൻ ആദ്യം മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ആളുകളെല്ലാം നല്ല കുരു പൊട്ടിയിരിക്കുകയാണ് ഉള്ളത് പറയാം. റെഡിറ്റ് പേജ് നോക്കിക്കഴിഞ്ഞാലും, ക്വാറ പേജ് നോക്കിക്കഴിഞ്ഞാലും, ഫോറംസ് നോക്കിയാലും, കമ്മ്യൂണിറ്റി നോക്കിയാലും എല്ലാത്തിലും റോക്ക് സ്റ്റാറിനെ പച്ച തെറി വിളിക്കലാണ് ഫാൻസ് ചെയ്യുന്നത്. വിത്ത് ദാറ്റ് ബീൻ സെഡ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ GTA 6നെ കുറിച്ച് സംസാരിക്കാം. GTA 6 എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം ആക്ച്വലി ഒരു രണ്ട് മെയിൻ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗെയിമാണ്, ലൂസിയ ആൻഡ് ജെയ്സൺ. ആൻഡ് നമ്മുടെ വൈസ് സിറ്റിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു മോഡേണൈസ്ഡ് സിറ്റി അല്ലെങ്കിൽ ഒരു എൻവയൺമെൻറ്റിലാണ് നമ്മുടെ ഈ ഗെയിം മൊത്തം നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബൈ ഫാർ ഒരു ഓപ്പൺ വേൾഡ് ഗെയിമിൽ ഒരു മനുഷ്യൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത റിയലിസ്റ്റിക് ആയിട്ടുള്ള വിഷ്വൽസും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രാഫിക്സും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗെയിം ഡൈനാമിക്സ് ആൻഡ് ഫിസിക്സും ആണ് വരുന്നത്. ദാറ്റ് മീൻസ് നോൺ പ്ലെയർ ക്യാരക്ടേഴ്സിന് വരെ ഡൈനാമിക് ആയിട്ടുള്ള എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഗെയിം കളിക്കുന്ന സമയത്ത് ഈ റോഡിൽ കൂടി നടക്കുന്ന കുറേ നോൺ പ്ലെയർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇല്ലേ, അതിനെല്ലാം നമ്മൾ എങ്ങനെയാണോ ആ ഒരു നോൺ പ്ലെയർ ക്യാരക്ടറായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് അവരുടെ ഇൻറ്ററാക്ഷൻസും ഭയങ്കര ഡൈനാമിക് ആയിരിക്കും. ലൈക്ക് പുറത്തിറങ്ങി ചുമ്മാ വെറുതെ നടന്നു പോകുന്നവൻ ഒരു കല്ലെടുത്തെറിഞ്ഞ് അവൻ എന്ത് ചെയ്യും, വന്ന് കാവാലക്കുറ്റി അടിച്ച് പൊട്ടിക്കും. ആ സെറ്റപ്പ്. GTA 5ൻ്റെ ഫാൻസിനെ പറ്റിയിട്ട് നമ്മൾ പറയേണ്ട കാര്യമില്ല. GTA 5ൽ നിന്ന് ഒരു ക്യാരക്ടറിനെ GTA 6ലേക്ക് കൊണ്ടുവരുന്നുണ്ട്, ട്രേസി ഡി സാന്റ എന്ന് പറഞ്ഞിട്ട്. കോ പ്ലേയിങ് റോൾ ആയിരിക്കുമോ അതോ നമ്മൾ വൈസ് സിറ്റിയും GTA ഒക്കെ കളിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മെയിൻ ക്യാരക്ടറിനെ എടുത്ത് കളിച്ചാൽ തന്നെ ചില മിഷൻസ് നമുക്ക് വേറൊരു ക്യാരക്ടറിലേക്ക് സ്വിച്ച് ചെയ്ത് കളിക്കേണ്ടി വരും. അതേപോലെ ആയിരിക്കും എന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ഐ എം ഇൻട്രസ്റ്റഡ്. 2023 ഡിസംബറിൽ റോക്ക് സ്റ്റാർ GTA 6ൻ്റെ ട്രailer ലോഞ്ച് ചെയ്തതിന് ശേഷം തുറന്നിട്ട് പോലുമില്ല. യൂഷ്വലി അവർ ചെയ്യുന്ന പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം റിലീസ് ചെയ്യുന്നതിന് 1 വർഷം മുന്നേ ആയിരിക്കും അവർ ട്രെയിലർ റിലീസ് ചെയ്യുക. അങ്ങനെയാണ് ഇന്നേ വരെ നടന്നിട്ടുള്ളത്. പക്ഷേ അതെല്ലാം ബ്രേക്കിംഗ് ചെയ്തുകൊണ്ടാണ് 2023 റിലീസ് ചെയ്ത ട്രെയിലറിന് ശേഷം ഒരു അപ്ഡേറ്റ്സും തന്നെ റോക്ക് സ്റ്റാർ തന്നിട്ടില്ല. റോക്ക് സ്റ്റാർ അപ്ഡേറ്റ് തന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇത്രയും ഡിലേ ആയതിൻ്റെ റീസണിങ്ങോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ പോലും അവർ തന്നിട്ടില്ല. വിത്ത് ദാറ്റ് ബീൻ സെഡ്, റോക്ക് സ്റ്റാർ അവസാനമായിട്ട് കൺഫേം ചെയ്തിട്ടുള്ളൊരു കാര്യം 2025 ഫോളിൻ്റെ സമയം, ദാറ്റ് മീൻസ് ഒക്ടോബർ നവംബർ ആ ഒരു ടൈം ഫ്രെയിമിലായിരിക്കും ഗെയിം റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. GTA 6ൻ്റെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കേപ്പബിലിറ്റിയെ പറ്റി നമ്മൾ പറയേണ്ട കാര്യം പോലുമില്ല. കാരണം എക്സ്പെക്ട് ചെയ്യുന്നത് ഇനിഷ്യൽ റിലീസ്, അതായത് ആദ്യത്തെ റിലീസായ 1 വർഷം കൊണ്ട് $3 ബില്യൺ റവന്യൂയിലേക്ക് അവർ ഹിറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ആൻഡ് ഇത്രയും ഹൈപ്ഡ് ആയിട്ടുള്ളതും ഇത്രയും റവന്യൂ ജനറേഷൻ കേപ്പബിലിറ്റി ഉള്ള ഈ ഒരു ഗെയിം ഇറങ്ങുമ്പോൾ മറ്റ് ഗെയിം ഡെവലപ്പേഴ്സ് ഉണ്ടല്ലോ, കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ളത്, അവരെല്ലാം GTA 6 ഇറങ്ങുന്ന വർഷം വേറെ ലോഞ്ചസ് ഒന്നും തന്നെ വെച്ചിട്ടില്ല. BMO ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള ഒരു റിസർച്ചർ, അതായത് മാർക്കറ്റ് വാല്യൂ ആൻഡ് മാർക്കറ്റ് ക്യാപ്പിനെ കുറിച്ചിട്ടുള്ള റിസർച്ചർ പ്രഡിക്റ്റ് ചെയ്യുന്നത് ഒക്ടോബർ 31 2025 GTA 6 റിലീസ് ആവാൻ പോകുന്നതെന്നുള്ളതാണ്. ആൻഡ് GTA 6ൻ്റെ റിലീസിനോടനുബന്ധിച്ച് ഒരുപാട് സ്റ്റോക്കുകൾക്ക് പ്രൈസിങ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടാനും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹൈപ്പപ്പ് ആവാനും ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ട്രേഡിങ് ഇൻവെസ്റ്റിങ്ങിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ റിസർച്ച് ചെയ്ത് ഈ സമയത്ത് ഏതൊക്കെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളതൊക്കെ നോക്കി വെക്കാം. ഇപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടുണ്ടായിരിക്കും 31 ഒക്ടോബറിൽ ചിലപ്പോൾ നമ്മുടെ GTA 6 റിലീസ് ആവുമെന്ന് വെച്ചിട്ട്. നിങ്ങൾക്ക് തെറ്റി. ഇവിടെയാണ് കാര്യങ്ങൾ സീരിയസ് ആവുന്നത്. GTA 6 2025 റിലീസാവില്ല എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ലീക്ക്. അതൊരു ഇൻസൈഡർ ലീക്കാണ്. ദാറ്റ് മീൻസ് അവർ ഡിലേ ചെയ്ത് 2026 ആദ്യത്തെ 3 മാസത്തിൻ്റെ ഇടയ്ക്ക്, അതായത് ജാനുവരി ഫെബ്രുവരി മാർച്ചിൻ്റെ ഇടയ്ക്ക് റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നും പറയുന്നുണ്ട്. ജെയ്സൺ ഷെയറിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് പറഞ്ഞ കാര്യമാണ്. ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു റോക്ക് സ്റ്റാർ സൈലൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ലീക്കുകളും ഇങ്ങനെ വരുന്ന സാധനങ്ങളും മാത്രം വിശ്വസിക്കാനുള്ള എബിലിറ്റി മാത്രമേ നമുക്കുള്ളൂ. റോക്ക് സ്റ്റാറിൻ്റെ പണ്ടത്തെ, അതായത് ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ എന്ന് പറഞ്ഞ സീരീസിൻ്റെ പണ്ടത്തെ റിലീസ് പാറ്റേൺ റിസർച്ച് ചെയ്ത് അനലൈസ് ചെയ്തിട്ട് ഞാനൊരു ഐഡിയ ഉണ്ടാക്കിയിട്ടുണ്ട് ഏത് സമയത്തിൻ്റെ ഇടയ്ക്കായിരിക്കും ഇവർ റിലീസ് ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ 2001 ആദ്യത്തെ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ 3 റിലീസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം 1 വർഷം കഴിഞ്ഞ് വൈസ് സിറ്റി റിലീസ് ചെയ്തു. വീണ്ടും 2 വർഷത്തിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ടാണ് സാൻ ആൻഡ്രിയാസ് റിലീസ് ചെയ്തത്. ആൻഡ് GTA 4 നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2008 റിലീസ് ആയിട്ടുണ്ട്. GTA 4 and 5ൻ്റെ ഇടയ്ക്ക് 5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. GTA 5 റിലീസ് ചെയ്തത് 2013. ദാറ്റ് മീൻസ്
ഇത്രയും വലിയൊരു ബ്രേക്ക് എടുക്കുന്നതും ഇത്രയും വലിയൊരു ഗ്യാപ്പ് എടുക്കുന്നത് യൂഷ്വലി റോക്ക് സ്റ്റാറിൻ്റെ ഒരു പാറ്റേൺ ആണ്. റോക്ക് സ്റ്റാർ എപ്പോഴും പ്രോമിസ് ചെയ്യുന്നത് GTA 4 നിന്ന് വലിയൊരു ഗ്രാഫിക്കൽ ഇമ്പ്രൂവ്മെൻറ്റും ഫിസിക്സ് ഇമ്പ്രൂവ്മെൻറ്റും ഗെയിം എൻവയൺമെൻറ്റും, അതായത് ഓപ്പൺ വേൾഡ് സെഗ്മെൻറ്റിൽ തന്നെ ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു GTA 5. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളതും അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഗെയിം മാത്രമേ റിലീസ് ചെയ്യുള്ളൂ എന്നുള്ളൊരു വലിയ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ഡെവലപ്പറാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. GTA 5 ശേഷം 5 വർഷത്തെ ഗ്യാപ്പ് തന്നെ GTA 6 ഉണ്ടാവുമെന്നാണ് ആളുകളെല്ലാം എക്സ്പെക്ട് ചെയ്തത്. ബട്ട് ഇറ്റ്സ് ബീൻ 12 years, അതായത് 12 വർഷത്തെ ഗ്യാപ്പാണ് വന്നിട്ടുള്ളത്. ഈ 12 വർഷത്തെ ഗ്യാപ്പ് എങ്ങനെ ഇത്ര എസ്കലേറ്റ് ആയി എന്നുള്ളത് ചില ഗെയിം ഡെവലപ്പേഴ്സ് തന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ വളരെ ഫൈൻ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിം മാത്രമേ റിലീസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ്. ഞാൻ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. GTA 6 2025 റിലീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ 17 അതുപോലെ തന്നെ നവംബർ 16 17 ഇടയ്ക്ക് റിലീസ് ആവണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഹോളിഡേ സീസൺസ് വരികയാണ്. അപ്പോൾ ഹോളിഡേ സീസണിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്ലെയർ ബേസ് ഉണ്ടാക്കാൻ പറ്റുന്നതും റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതും. അതിൻ്റെ കൂടെ തന്നെ എടുത്ത് പറയാനുള്ളത്, ഇവർ ഡയറക്റ്റ് ആയിട്ടുള്ള വേറെ കോമ്പറ്റീറ്റർ ഗെയിംസിൻ്റെ റിലീസുമായിട്ട് ക്ലാഷ് ആവാതെ നോക്കുന്നുണ്ട്. കാരണം ബോർഡർലാൻഡ്സ് 4 സെപ്റ്റംബർ 23 റിലീസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ഡയറക്റ്റ് ക്ലാഷ് ഒന്നും വരാതിരിക്കാൻ റോക്ക് സ്റ്റാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം റോക്ക് സ്റ്റാർ എന്ന ഗെയിം ഡെവലപ്പിംഗ് കമ്പനീനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര മണി ബ്രെയിൻഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇപ്പോഴും ബില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് GTA 5 ഓൺലൈനിൽ നിന്ന് തന്നെ അവർക്ക് പോറിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫാക്ട് നോക്കുകയാണെങ്കിൽ GTA 5 ഇങ്ങനെ ഊറ്റി അതിനകത്തുനിന്ന് കുറേ പൈസ എടുക്കുന്നുണ്ട്. അടുത്ത അവരൊരു ഗെയിം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് മാസീവ് ആയിട്ടുള്ള റവന്യൂ ബൂം അവർക്ക് വേണമെന്നുള്ളത് അവരുടെ നിർബന്ധമാണ്. ഇനി GTA 6 2026 ഷിഫ്റ്റായി പോയെന്ന് തന്നെ ഇരിക്കട്ടെ. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ പ്ലെയർ ബേസ് ഭയങ്കരമായിട്ട് കുറയും. അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിന് GTA 6 GTA 5 12 വർഷം നിന്നതുപോലെ നിൽക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും തോന്നുന്നില്ല. കാരണം ഓൾറെഡി നിങ്ങൾ ജസ്റ്റ് ചുമ്മാ റെഡിറ്റോ ഏത് ഫോറം നോക്കിക്കഴിഞ്ഞാലും ആളുകളുടെ, അതായത് ഡീപ്പ് കോർ ഫാൻസിൻ്റെ പ്രഷറും ഫ്രസ്ട്രേഷനും നമുക്കിവിടെ എവിഡൻ്റ് ആണ്. റോക്ക് സ്റ്റാർ ഗെയിംസ് വലിയൊരു പ്രഷറിലാണുള്ളത്. കാരണം ഓൾറെഡി അവർ വലിയൊരു ടൈം സ്പാൻ എടുത്തു, 12 years എന്ന് പറയുന്നത്. ഇനി അവർ ഡെലിവർ ചെയ്യുന്ന സമയത്ത് ഗെയിം പ്രോപ്പർ അല്ല, ഗെയിമിൽ പ്രശ്നങ്ങളുണ്ട്, പ്രൊഡക്ഷൻ ഗ്ലിച്ചുകളുണ്ട്, അതുപോലെ തന്നെ ഡെവ് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സൈബർ പങ്കിനെ എടുത്ത് നാട്ടുകാർ ഏറി കയറ്റിയതുപോലെ GTA 6 എടുത്ത് ഏറി കയറ്റും. കാരണം പണ്ടത്തത് പോലെ അല്ല ഇപ്പോഴത്തെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അവർ ഭയങ്കര വോക്കലാണ്. അവർ ലിറ്ററലി ഇപ്പം ഒരു സ്ട്രീമർ എന്തെങ്കിലും വള്ളികൾ പിടിച്ചു കഴിഞ്ഞാൽ ആ സ്ട്രീമറിനെ മൊത്തത്തിൽ ബാൻ ചെയ്ത് കളയുന്ന, അല്ലെങ്കിൽ ക്യാൻസൽ ഓഫ് ചെയ്ത് കളയുന്ന രീതിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റി വളർന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ ഫാൻസിൻ്റെ ഓവർ എക്സ്പെക്റ്റേഷൻ, ഓവർ ഹൈപ്പ്. ലൈക്ക് യെസ്, നമ്മളൊരു ഗെയിം റിലീസ് ആവുന്ന സമയത്ത് നമ്മളതിനെ ഹൈപ്പ് തന്നെ ചെയ്യണം. പക്ഷേ GTA 6 കിട്ടുന്ന ഓവർ ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലിലാണ്. നിങ്ങളിപ്പോൾ ടിക്ടോക്കോ, ഇപ്പോൾ ഇവിടെ ടിക്ടോക്ക് ഉണ്ട്, പക്ഷേ നിങ്ങളവിടെ ടിക്ടോക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽ നോക്കിക്കഴിഞ്ഞാൽ ഫാൻ മെയ്ഡ് ആയിട്ടുള്ള കോൺസ്പിറസി തിയറീസ്, അതുപോലെ തന്നെ സ്റ്റോറി ബ്രേക്ക് ഡൗൺ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നാഴിക്ക് 40 തൊട്ട് അതിനകത്ത് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കോണ്ടന്റുകൾ ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഫാൻസ് ഇതിൻ്റെ ഹൈപ്പ് റെലവൻ്റ് ആയിട്ട് വെക്കുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ബാക്കിയുള്ളവർക്ക് ഓവർ എക്സ്പെക്റ്റേഷൻ കൊടുക്കുകയും ചെയ്യും. ആൻഡ് GTA 6 എന്ന ഗെയിം അണ്ടർ ഡെലിവർ ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. ബട്ട് ഇവിടെ അണ്ടർ ഡെലിവർ ചെയ്യാൻ ചാൻസ് വരുന്നത് ഇവരുടെ ഫ്യൂച്ചർ റിലീസുകളാണ്. റോക്ക് സ്റ്റാർ ഗെയിംസ് കൺഫേം ചെയ്തതാണ് വിത്തിൻ 2 years, അതായത് 2026 7 റെഡ് റെഡംഷൻ 3 റിലീസ് ചെയ്യുമെന്നുള്ളത്. റെഡ് റെഡംഷൻ 3 പോലെ തന്നെ ഓൾ ടൈം വെയിറ്റഡ് ആയിട്ടുള്ള മാക്സ് പെയിൻ 102 റീമേക്കും കൂടി അവർ റിലീസ് ചെയ്യുന്നുണ്ട്. GTA 6 ഓൺലൈൻ അതൊരു എൻറ്റയർ എൻറ്റിറ്റി ആയിട്ടാണ് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് GTA 6 എന്ന ഗെയിം സ്റ്റാൻഡ് അലോൺ ഗെയിമും GTA 6 ഓൺലൈനുമായിട്ട് ഒരു ബന്ധവും കാണില്ല. GTA 6 ഓൺലൈൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടായിരിക്കും അവർ ലോഞ്ച് ചെയ്യുക. ഓപ്പൺ വേൾഡ് ഗെയിമിംഗ് എറയുടെ ഒരു ഡോമിനൻസ് മൊത്തത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് റോക്ക് സ്റ്റാർ ഈ ഹൈപ്പപ്പ് കൊടുക്കുന്നത്. ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ റോക്ക് സ്റ്റാർ ഇത്രയും ഡിലേ വരുത്തുന്നതിൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് റിലീസായിട്ടുള്ള RDR 2 പെർഫോമൻസും ആ ഗെയിമും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊളിയാണ്. കാരണം ആ ഗെയിം കളിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്ത് കിടിലൻ ഗെയിമാണെന്നുള്ളത്. എനിക്കിങ്ങനെയുള്ള ഗെയിമുകളൊന്നും ഇഷ്ടമല്ലാത്തതാണ്. ബട്ട് ഇത്രയും എന്നെ പിടിച്ചിരുത്തി കളിപ്പിച്ച് എനിക്കിനി ഒരു 3-4 തവണ കളിക്കാൻ ഒരു മടിയും ഇല്ലാത്തൊരു ഗെയിമായിട്ട് മാറ്റിയത് അങ്ങനത്തെ ഒരു ഗെയിം ആയിട്ടുണ്ടെങ്കിൽ റോക്ക് സ്റ്റാർ അണ്ടർ ഡെലിവർ ചെയ്യില്ല എന്നുള്ളൊരു ഹോപ്പാണ് എൻ്റെ ഉള്ളിലുള്ളത്, എൻ്റെ ഇൻഡ്യൂഷൻ. GTA 6 ഹൈപ്പ് സൂപ്പർ റിയലാണ്. ആൻഡ് ഭയങ്കരമായിട്ട് ആളുകൾ ഇതിൻ്റെ പുറകിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നുമുണ്ട്. ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ 2026
ഇത് കൺഫേം ആയിട്ട് റിലീസാവും. പക്ഷേ 89% ചാൻസ് 2025 ഞാൻ ഈ പറഞ്ഞ ഒക്ടോബർ ആൻഡ് നവംബറിൻ്റെ ഇടയ്ക്ക് റിലീസാവാനായിരിക്കും ചാൻസ്. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും സ്പെക്കുലേഷൻസോ അല്ലെങ്കിൽ ഒരു ഡേറ്റ് പ്രെഡിക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് GTA 6ൻ്റെ അകത്ത് നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ആസ് ഓൾവേസ് ഒരു ഗെയിം റിലീസ് ചെയ്യുന്ന സമയത്ത്, അതും GTA പോലൊരു ഗെയിം റിലീസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും. GTA 5 ഓൺലൈൻ എന്തുമാത്രം ഹൈപ്പാണ് നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ കേരളത്തിൻ്റെ അകത്തുള്ള ഗെയിമിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോ, എൻ്റെ ഈ ഒരു ഇൻസൈറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ഇതിൻ്റെ പുറകിലെടുത്ത എഫേർട്ട് നിങ്ങൾക്ക് അപ്രിഷ്യേറ്റബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും കൂടി ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കിട്ടുന്നതായിരിക്കും. ബൈ.